ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും എന്താണ് പരിപാടി? ഇന്ന് സൺഡേ ആയിട്ട് പള്ളിയിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ മെയിൻ. സൺഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പരിപാടി പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ. മറ്റേത് ഞാൻ രാവിലെയായിരുന്നു പള്ളിയിൽ പോകുന്നത്, ഇപ്പം വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്വസ്ഥമായിട്ട് തിരക്ക് പിടിക്കാതെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനമാണ്. സൺഡേ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. വീട്ടിലെന്താണ് പൊടികളോ അല്ലെങ്കിൽ നൂഡിൽസോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ സൺഡേ. ബാക്കിയുള്ള ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ കുറച്ച് കാര്യമായിട്ടൊക്കെ എന്തെങ്കിലും രാവിലെ പ്ലാൻ ചെയ്താണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഇടിയപ്പം അങ്ങനെയൊക്കെ. പക്ഷേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടുന്ന ഡേ ആണല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളൂ കേട്ടോ. ഒരു 8 മണി ആകുമ്പോഴത്തേക്കൊക്കെ എണീക്കാറുള്ളൂ. പക്ഷേ 8:30 ആകുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കറക്റ്റ് ടൈമിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈമിന് തന്നെ ഇവിടെ റെഡിയാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല അസിഡിറ്റി പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ മമ്മിക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് കഴിച്ചാൽ തന്നെ പകുതി നമുക്ക് അസുഖങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അസിഡിറ്റി ഉള്ളവരോട് ഞാൻ പറയുകയാണ് കേട്ടോ, നമ്മളെപ്പോഴും ഒരു കറക്റ്റ് ടൈമിങ്ങിന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും ഉള്ള കറി കൂട്ടി, വീട്ടിൽ നിർബന്ധമുള്ളവരെന്താണെങ്കിലും കാണുമായിരിക്കുമല്ലോ, ഒരു 3-4 കറികൾ കൂട്ടി ആയിരിക്കുമല്ലോ നമ്മൾ വീട്ടിലെ ഊണൊക്കെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കറിയേ ഉള്ളെങ്കിലും കുറച്ച് ലേറ്റായി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കറി കൂട്ടി നമ്മൾ കറക്റ്റ് ടൈമിന് അങ്ങ് കഴിച്ചേക്കുക. അസിഡിറ്റി ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. അസിഡിറ്റി ഉള്ളവർ കറക്റ്റ് ടൈമിന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലേ. പിന്നെ പെട്ടെന്ന് നമ്മളെ ഷിവർ ചെയ്യുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ ഒരു 8:30, ഉച്ചയ്ക്കൊരു 12:30 അങ്ങനെ ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ ഏത് ലോകത്താണെങ്കിലും വയറ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇന്നുണ്ടാക്കിയത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, പുട്ടും കടലക്കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ നമ്മൾ പച്ചരി കഴുകി ഉണങ്ങി പൊടിച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ പതിവ്. പക്ഷെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് നമ്മളൊരു 2 ആഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു. അതുകാരണം നമുക്ക് അങ്ങനെ പൊടിച്ച് കഴുകി പൊടിച്ച് വറുത്തെടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച പുട്ടുപൊടിയും കൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയത്. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മളുടെ അരിപ്പൊടി കൊണ്ട് പുട്ടാണെങ്കിലും ഇടിയപ്പമാണെങ്കിലും കൊഴുക്കട്ടയാണെങ്കിലും ഒക്കെ അതുകൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കടയിലെ പൊടി എനിക്ക് അത്രയും താല്പര്യമില്ല. പിന്നെ കൂടുതലും ഇവിടെ മേടിക്കുന്നത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. പൊൻകതിർ, കേക്ക്, പിന്നെ നമ്മളുടെ മൂലൻസ് സൂപ്പർ മാർക്കറ്റ് ഇവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ, അവിടുത്തെ വിജയ് പുട്ടുപൊടിയുണ്ട്. പക്ഷേ കൂടുതലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്ത് മേടിക്കാറ് നമ്മളുടെ പൊൻകതിറാണ് കേട്ടോ. വീട്ടിൽ അങ്ങനെ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതലും എനിക്കിഷ്ടം പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊടി നനച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുട്ട് കഴിപ്പിക്കാനൊക്കെ ഭയങ്കര പാടുള്ള കാര്യമായിരിക്കും. പക്ഷെങ്കിൽ ഇങ്ങനെ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെ കിട്ടും കേട്ടോ. ഇവിടുത്തെ പുട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ പുട്ട് നനയ്ക്കുന്നത് പോലെ ഇരിക്കും പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ നെയ്യ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ വീട്ടിലെ പൊടിയാണെങ്കിൽ കടയിലെ പൊടിക്ക് വേറൊരു രീതിയും വീട്ടിലെ പൊടിക്ക് വേറൊരു രീതിയല്ലേ. അപ്പോൾ രണ്ടിനും നമ്മൾ നനയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റായിട്ടിരുന്നോളും പുട്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താലോ പഞ്ഞിക്കെട്ട് പോലത്തെ പുട്ടായിരിക്കും വൈകുന്നേരം ആയാലും ഇരിക്കുന്നത് കേട്ടോ, അധികമൊക്കെ വരുവാണെങ്കിൽ. അപ്പോൾ രാവിലത്തെ കടലയുടെയും പുട്ടിൻ്റെയും ഒക്കെ പരിപാടി കഴിഞ്ഞു, ചായയൊക്കെ ഉണ്ടാക്കി. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്തൊക്കെയാണ് പാത്രങ്ങൾ കഴുകാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുവന്ന് ഒന്ന് ഒതുക്കി ഒന്ന് കുതിരാൻ വെക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. കാരണം ഈ പുട്ടിൻ്റെയും പൊടിയെല്ലാം കൂടെ പറ്റി പിടിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതാവുമ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കുതിർന്ന് കിട്ടും. അപ്പം നമ്മൾക്ക് ആ സമയം കൊണ്ട് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പാത്രങ്ങളും പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ.
പിന്നെ ചില സമയത്തൊക്കെ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മെനക്കെട്ട് കിടന്ന് കഴുകിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ കുതിരാനിട്ടിട്ട്. പക്ഷെങ്കിൽ ഇന്ന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സൺഡേ ആയി പോയതുകൊണ്ട് തന്നെ ലേറ്റ് ആയി പോയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സമയം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്തും ആകെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഈ കടലക്കറി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിനും എടുക്കും കേട്ടോ. കാരണം എനിക്ക് ചോറിൻ്റെ കൂടെ കടലക്കറി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇഷ്ടമൊക്കെ തോന്നുന്നത്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.